ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ, അങ്ങനെ 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 കുട്ടികൾക്ക് ദേശീയത വളർത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ PM-ശ്രീ ഫണ്ടിൽ ഒപ്പിടാമെന്ന്. ആരാന്നറിയോ? തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ച BJP സ്ഥാനാർത്ഥി, സോറി കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ. അല്ലെ, ഞാൻ അറിഞ്ഞത് നിയമസഭയിൽ BJPക്ക് 3 MLA-മാരാണെന്നാണല്ലോ. എങ്ങനെ നാലാമത്തെ ആൾ വന്നു? ഓ ഓ ഓ ഓ, ലീഗുകാർ ജയിപ്പിച്ചതാണല്ലോ. എങ്ങനെയുണ്ട്? ഏ PM-ശ്രീ ഫണ്ടെന്ന് കേട്ടിട്ട് എന്തോ ചിട്ടി ഫണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ലീഗുകാരന്മാർ സകല എണ്ണവും കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതല്ലേ. ഇടതുപക്ഷവും പിണറായി വിജയനും RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ബന്ധപ്പെട്ട്, ഒപ്പിട്ട്, അതിട്ട് പിടിച്ച് ഇനി നമ്മുടെ മക്കൾ പിന്നെ വർഗീയതയാണ് പഠിക്കാൻ പോണത്, മറ്റാണ് പഠിക്കാൻ പോണതെന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം കൂവി വിളിച്ച് വീഡിയോ ചെയ്ത ലീഗുകാരന്മാർ കാണുന്നുണ്ടോ ആവോ? നമ്മളെ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ച BJPയുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ എണ്ണം പറഞ്ഞ കേട്ടോ? കുട്ടികൾക്ക് ദേശീയത വളർത്താൻ വേണ്ടിയിട്ട്. അതെ, നമുക്കൊന്നും ദേശീയത ഇല്ലല്ലോ. ഇന്ന് PM-ശ്രീ ഫണ്ടിൽ കോൺഗ്രസ്സുകാർ ഒപ്പിട്ടാലേ നമ്മുടെ മക്കൾക്ക് ദേശീയത വരുമെന്നാണ് നമ്മളെ അണ്ണൻ പറയണത്. ആര്? നമ്മളെ സന്ദീപ് അണ്ണൻ. പിന്നെ സന്ദീപ് അണ്ണനെ കുറിച്ച് പറയാനൊന്നുമില്ലല്ലോ, നല്ലൊരു മനുഷ്യനാണ്, പാവമാണ്. പിന്നെ കുറേ ലീഗുകാരൊക്കെ പറഞ്ഞ് ആര് തോറ്റു കഴിഞ്ഞാലും നമ്മളെ സന്ദീപ് അണ്ണൻ തോക്കാൻ പാടില്ല, നമ്മളെ മതേതരത്വം തകരും. മതേതരത്വം തകർന്നില്ല അല്ലേ? സന്ദീപ് അണ്ണൻ അങ്ങോട്ട് ജയിപ്പിച്ചില്ലേ ലീഗുകാരെ? PM-ശ്രീ ഫണ്ട് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറേ ലീഗുകാരന്മാരാണ് ഇടതുപക്ഷം PM-ശ്രീ ഫണ്ടിൽ ഒപ്പിടാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഗുഡുഗുഡുഗുഡാക്കിയത്. ഉമ്മാരുടെ വിചാരം എന്തായിരുന്നറിയോ? അതെന്തോ ചിട്ടി ഫണ്ടാണെന്നാണ് ഉമ്മാരുടെ വിചാരം. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിക്കടുത്ത് നിയമസഭയിൽ വെച്ച് ചോദ്യം ഉന്നയിച്ച്, നിങ്ങൾ PM-ശ്രീ ഫണ്ടിൽ ഒപ്പിടുമെന്ന് ചോദിച്ചപ്പം മേലോട്ട് നോക്കുകയാണ്. ഞമ്മക്കെന്ത് PM-ശ്രീ ഫണ്ട്? അധികാരത്തിന് വേണ്ടിയിട്ട് ആരുടെ കാല് വേണമെങ്കിലും നമ്മൾ നക്കിക്കൊടുക്കും എന്നാണ് ലീഗുകാർ പറയുന്നത്. അല്ല, എന്താണ് ലീഗുകാരെ ഇതിൽ? പിന്നെ സന്ദീപ് വാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണ്. ഗാന്ധിജീനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു വന്നു സംഘപരിവാർ എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ കാശ്മീരിലുള്ള മുസ്ലിങ്ങളെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് റോഡിലൂടെ ഇട്ട് വലിച്ചു കൊണ്ടുപോകണം എന്നുള്ള ചെറിയ ചെറിയ വർഗീയതകൾ മാത്രമേ സന്ദീപ് വാര്യർ പറഞ്ഞുള്ളൂ. പക്ഷേ മതേതരം നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ലീഗുകാർ നമ്മളെ സന്ദീപ് ജിയെ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടത്. എങ്ങനെയുണ്ട് മതേതരം? വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ദേശീയത വളരാൻ വേണ്ടിയിട്ട് PM-ശ്രീ ഫണ്ടിൽ ഒപ്പിടാമെന്നാണ് നമ്മളെ സന്ദീപ് ജി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലീഗുകാരുടെ നിങ്ങളെ അഭിപ്രായം? മാഷാ അല്ലാ, സുബ്ഹാനല്ലാ. സന്ദീപ് വാര്യർ ജി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാണക്കാട് കൊണ്ടുപോയിട്ട് കെട്ടിപ്പിടിച്ച് ബിരിയാണിയും കൊടുത്ത് നാരങ്ങാ വെള്ളവും കൊടുത്ത് പറഞ്ഞു വിടുമല്ലേ? അല്ലെ, പണ്ട് നിങ്ങൾ നാരങ്ങാ വെള്ളം കൊടുക്കലാണല്ലോ പണി. എന്തായാലും അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്. ഇനി ലീഗുകാരന്മാർ ഇതിൽ വന്ന് തെറി വിളിക്കാൻ വരണ്ട കേട്ടോ. കാരണം നിങ്ങൾക്ക് അതേ അറിയാവൂ, പറഞ്ഞത് രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങൾക്ക് ഉമ്മടക്കൂ, വാപ്പടക്കൂ, പെങ്ങളടക്കൂ, മകളുടക്കൂ, നിങ്ങൾക്ക് ഈ കൂ മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് പറയണത്. എന്തായാലും നമ്മളെ സന്ദീപ് വാര്യർ ഒരു മുതൽക്കൂട്ടാണ്. ആർക്ക്? BJPക്ക്. എന്നാൽ ശരിയെന്നാ.